എല്ലാവർക്കും ദീപ്താസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വഴുതനങ്ങ ഫ്രൈ ആണ്. മീൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള അതേ ഒരു ടേസ്റ്റോട് കൂടിയിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. പിന്നെ ഇതിൻ്റെ പുറമെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം വണ്ണത്തിലുള്ള 3 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അത് ഈ ഒരു കനത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. നന്നായിട്ട് കനം കുറഞ്ഞു പോകാനും പാടില്ല. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ട് ഞാൻ തയ്യാറാക്കുന്നത് ഒരു മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടാണ്. ഇതിലേക്ക് ഈ വലുപ്പത്തിലുള്ള 8-9 അല്ലിയോളം വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം സബോളയും 6-7 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. സബോളയ്ക്ക് പകരം വേണമെങ്കിൽ മുഴുവനും ചുവന്നുള്ളി എടുത്താലും മതി. ഇതോടൊപ്പം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചേർക്കാം. ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ഞാനിതിലേക്ക് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ എരിവിനനുസരിച്ചിട്ട് 2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കാം. അരഞ്ഞ് കിട്ടിയില്ലെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. ഇനി അരച്ചെടുത്തത് ഒരു ബൗളിലേക്ക് മാറ്റാം. നമ്മളെടുക്കുന്ന വഴുതനങ്ങയുടെ അളവിനനുസരിച്ചിട്ട് ഈ ഇൻഗ്രീഡിയൻസൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ വളരെ കുറച്ചാണ് നമ്മൾ എടുക്കുന്ന അളവെങ്കിൽ മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നന്നായിട്ട് ചതച്ചെടുത്താലും മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ച് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. നല്ല സ്കൂപ്പായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ച് അരിപ്പൊടിയും ചേർക്കുന്നുണ്ട്. വറുത്ത അരിപ്പൊടിയാണ്. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു പുളിപ്പൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. കണ്ടോ, ഇത്രയും തിക്കായിട്ടുള്ള ഈ ഒരു പാകത്തിലാണ് മസാലക്കൂട്ട് വേണ്ടത്. ഇനി ഇത് കുറച്ച് ലൂസായിട്ട് പോവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് അരിപ്പൊടിയോ അല്ലെങ്കിൽ കുറച്ച് കോൺഫ്ലവറോ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി മസാലക്കൂട്ട് ഓരോ വഴുതനങ്ങയുടെ 2 വശത്തും നന്നായിട്ട് തേച്ച് കൊടുക്കാം. കുറച്ച് തിക്കായിട്ട് തന്നെ തേച്ച് കൊടുക്കണം. ഇനി നമുക്കിത് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വറുത്തെടുക്കാം. ഒന്നും കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് 1 മണിക്കൂർ നേരത്തേക്ക് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. 1 മണിക്കൂറിന് ശേഷം ഞാനിത് തുറന്ന് നോക്കിയപ്പോൾ അടിയിൽ ഇതുപോലെ വഴുതനങ്ങയിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കളഞ്ഞെടുത്തിട്ടാണ് നമ്മൾ വറുക്കാനായിട്ട് പോകുന്നത്. ഇനി ഒരു പാനിലേക്ക് വളരെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ കുറച്ച് എണ്ണയിലാണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ ഓരോ വഴുതനങ്ങയായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും 1 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചതും കൂടി ഇതോടൊപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. തീ കൂടുകയാണെങ്കിൽ 2 സൈഡും പെട്ടെന്ന് കരിഞ്ഞു പോകും, വഴുതനങ്ങ ഒന്നും വെന്ത് കിട്ടില്ല. അതുകൊണ്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വറുത്തെടുക്കേണ്ടത്. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മളിതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വഴുതനങ്ങ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്കാണ് ഞാൻ ആദ്യം വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി വറുത്തെടുക്കാം. അപ്പോൾ ഇതൊട്ടും കുഴഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്